കഥ ഭർത്താവ് ഭാഗം 72. വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുമ്പോൾ ശ്രീലേഖയെയും പ്രമീളയെയും കാത്ത് ഷെറിൻ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. കുറേ നാളായി ജോലിക്ക് വരാതിരുന്നിട്ട് ആദ്യമായി വന്ന് ഡ്യൂട്ടി ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ പുതിയൊരു ലോകത്തെത്തിയ പ്രതീതിയായിരുന്നു ശ്രീലേഖയ്ക്ക്. ഇത്രയും നേരം അവൾ വീടിനെയും തന്നെക്കുറിച്ച് തന്നെയും മറന്നിരിക്കുകയായിരുന്നു. വീണ്ടും ഓർമ്മകൾ അവളിലേക്ക് ഇരമ്പിക്കുതിച്ചെത്താൻ തുടങ്ങി. അവർ മൂന്നുപേരും ഒരുമിച്ചാണ് ബസ് സ്റ്റാൻഡിലേക്ക് ചെന്നത്. അവിടെ നിന്ന് ശ്രീലേഖ ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് സുനിത വരുന്ന വഴിയിലേക്ക് നോക്കി. അവൾ ട്യൂഷൻ കഴിഞ്ഞിറങ്ങാൻ അരമണിക്കൂർ കൂടി സമയമുണ്ടെന്നറിയാം. എന്നാലും ആൾത്തിരക്കിനിടയിൽ എങ്ങാനും സുനിതയുടെ രൂപം കാണാനുണ്ടോ എന്നായി അവളുടെ ശ്രദ്ധ. നാളെ കാണാം, നിന്റെ ബസ് സ്റ്റാൻഡ് വിടാൻ തുടങ്ങുന്നുണ്ട് ശ്രീലേഖ. ഷെറിൻ പറയുന്നത് കേട്ട് ശ്രീലേഖ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന ബസ്സിൻ്റെ അടുത്തേക്ക് ചെന്നു. ഷെറിനും പ്രമീളയും പോകേണ്ടത് ഒരേ റൂട്ടിലായതിനാൽ അവർ തങ്ങൾക്കുള്ള ബസ് നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. രാത്രി ശ്രീലേഖയ്ക്കും സുനിതയ്ക്കും കഞ്ഞിയും പയറുതോരനുമായി കഴിക്കാൻ ഉണ്ടാക്കിയത്. ശ്രീകുട്ടന് ഫ്രിഡ്ജിൽ മാവിരുന്നതിൽ നിന്നും കുറച്ചെടുത്ത് 3 ദോശയും ചട്നിയും അവൾ ഉണ്ടാക്കി കൊടുത്തു. ശ്രീലേഖ തങ്ങൾക്കുള്ള കഞ്ഞി പകർന്നെടുത്തും കൊണ്ട് നിൽക്കുമ്പോൾ സുനിത അരികിൽ നിന്ന് അന്ന് സ്കൂളിൽ നടന്ന സംഭവം അവളോട് വിശദമായി പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ജസ്ന അവനെ തല്ലിയോ എന്നിട്ടവൻ അവളെ തിരിച്ചു തല്ലാൻ നോക്കിയില്ലേ? ഇല്ലെന്നേ. അപ്പോഴല്ലേ അവൾ കാലിൽ നിന്ന് ചെരുപ്പൂരാൻ തുടങ്ങിയത്. അപ്പോഴേക്കും ഞങ്ങളെല്ലാം ചെന്ന് അവളെ പിടിച്ചോണ്ട് പോന്നു. അല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. പുളു, ശുദ്ധ പുളു. അത്രയും നേരം ആഹാരം കഴിക്കുന്നത് നിർത്തി സുനിത പറയുന്നത് കേട്ടിരിക്കുകയായിരുന്നു. ശ്രീകുട്ടൻ പറഞ്ഞു, വെറുതെ ഞങ്ങളെ പൊട്ടൻ കളിപ്പിക്കല്ലേ ചേച്ചി. ആ ചേച്ചി അയാളുടെ മുഖത്തടിച്ചിരുന്നെങ്കിൽ തിരിച്ചും ചേച്ചിക്ക് അതേപോലെ കിട്ടിയേനെ. പോടാ വിടുന്ന്. നീ കണ്ടില്ലല്ലോ. അത് നിനക്ക് സംശയമാണെങ്കിൽ നിൻ്റെ കൂടെ പഠിക്കുന്ന അജിത്തിൻ്റെ സഹോദരി എൻ്റെ സ്കൂളിലില്ലേ, അവളുണ്ടായിരുന്നു അവിടെ. നീ അജിത്തിനെ വിളിച്ച് അഞ്ജനയോടൊന്ന് സംസാരിക്കണമെന്ന് പറയേ. അവൾ പറഞ്ഞു തരും കാര്യങ്ങൾ. അപ്പോഴേക്ക് നീ ഇത് പുളു ആണെന്ന് തന്നെ പറയണേ ശ്രീകുട്ട. മതി നിർത്തി തർക്കം. പെട്ടെന്ന് ശ്രീലേഖ ഇടപെട്ടു. അവൾ കള്ളം പറയില്ലെന്ന് നിനക്കറിയില്ല മോനെ, പിന്നെന്തിനാടാ അവളോട് തർക്കിക്കുന്നത്? എന്നാലും ചേച്ചി, ഒരാളെ തല്ലുക എന്നൊക്കെ വെച്ചാൽ അതങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ? ജസ്നയല്ലേ ആള്. അവളോട് മുട്ടാൻ ചെന്നാൽ ആരായാലും അവൾ വിടുവോ? പ്രത്യേകിച്ച് ഇവളുടെ കാര്യത്തിൽ. ശ്രീലേഖ പറയുന്നത് കേട്ടിട്ടോ തനിക്ക് വിശ്വാസം വരുന്നില്ലെന്ന മട്ടിൽ തന്നെയായിരുന്നു അവൻ ആഹാരം കഴിച്ച് തുടങ്ങിയത്. മുറ്റത്തൊരു ബൈക്ക് വന്ന് നിൽക്കുന്ന ഒച്ചയും ഹോൺ ശബ്ദവും കേട്ടതോടെ ശ്രീലേഖ കസേരയിൽ നിന്ന് എണീറ്റു. ചെറിയച്ഛനാ, ഞാൻ ചെന്ന് വാതിൽ തുറന്നു കൊടുക്കാം, നിങ്ങൾ കഴിച്ചോ. ശ്രീലേഖ വാതിൽ തുറക്കാനായി പോയി. അവൾ വാതിൽ തുറന്നപ്പോഴേക്കും ചന്ദ്രികയും ഗോപിനാഥനും സിറ്റൗട്ടിലേക്ക് വന്നു കഴിഞ്ഞിരുന്നു. ആരാണ് പുറത്തുനിന്ന് പോലും തിരക്കാതാണോടി വാതിൽ തുറക്കുന്നത്, അതും ഈ രാത്രിയിൽ? ചന്ദ്രിക തൻ്റെ കയ്യിലിരുന്ന കവലയിലെ തട്ടുകടയിൽ നിന്ന് വാങ്ങിയ പഴംപൊരിയുടെ കിറ്റ് അവളെ ഏൽപ്പിച്ചു. പിന്നെ ചെറിയച്ഛൻ്റെ വണ്ടിയുടെ ഒച്ചയും ഹോൺ ശബ്ദവും ഇവിടെ ആർക്കാ അറിയാത്തത്? അല്ലെങ്കിൽ ഞാൻ വാതിൽ തുറക്കുമോ? അവൾ വാതിലടച്ച ശേഷം സംസാരിച്ചും കൊണ്ട് ഡൈനിങ് റൂമിലേക്ക് ചെല്ലുമ്പോൾ മുൻവശത്തു പുറത്തുനിന്നും ചേച്ചി എന്ന വിളി കേട്ടു. വിജയമ്മ ചേച്ചിയുടെ മകൻ സന്തോഷാണല്ലോ വിളിക്കുന്നത്. ഈ നേരത്തെ എന്താണോ? ശ്രീലേഖ വാതിൽ തുറക്കാൻ പോകാൻ നേരം ഗോപിനാഥൻ അവളെ തടഞ്ഞു. ഞാൻ നോക്കാം മോളെ, നീ ഇവിടെ നിന്നോ. ഗോപിനാഥൻ ചെന്ന് വാതിൽ തുറന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അമ്മേ, ചേച്ചിയുടെ ചെറിയച്ഛൻ ആയിരിക്കുമെന്ന്. സന്തോഷ് തൻ്റെ അരികിൽ നിന്ന അമ്മയോട് പറഞ്ഞു. ഇവൻ ഓട്ടം കഴിഞ്ഞ് വന്ന് ചോറ് വിളമ്പി വെച്ചതിന് മുൻപിലിരിക്കുമ്പോഴാണ് ഇങ്ങോട്ടൊരു ബൈക്ക് വരുന്നത് കണ്ടത്. കൊച്ചുങ്ങൾ ഇവിടെ തനിച്ചാണല്ലോ എന്ന് കരുതി ഞങ്ങളും ടോർച്ചെടുത്തുകൊണ്ട് പോന്നതാ. അതിനെന്താ ചേച്ചി, അതൊരു നല്ല കാര്യമല്ലേ. നിങ്ങളൊക്കെ അടുത്തുണ്ടെന്നൊരു ആശ്വാസമല്ലേ ഞങ്ങൾക്കും. കൊച്ചുങ്ങൾ കഴിക്കാനിരുന്നു. എന്നാൽ ഞങ്ങളങ്ങോട്ട് പൊക്കോട്ടെ ചെറിയച്ഛ. അയാളോട് അനുവാദം ചോദിച്ച ശേഷം സന്തോഷ് അമ്മയെയും കൂട്ടി വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഗോപിനാഥനും ചന്ദ്രികയും കുറേ നേരം അവരോട് വിശേഷങ്ങൾ പറഞ്ഞിരുന്നു. ചായ ഇടട്ടെ ചെറിയച്ഛ, ഫ്രിഡ്ജിൽ പാലിരിപ്പുണ്ട്, സുനിത പറഞ്ഞു. ഓടി, ഈ രാത്രിയിലാണോ ചായ? നീ അവിടെ ഇരുന്ന് കഞ്ഞി കുടിക്ക്. ഞങ്ങൾക്ക് തിരിച്ചു ചെന്നിട്ട് വേണം ചോറുണ്ണാനുള്ളതാ. എന്നാൽ കഞ്ഞി എടുക്കട്ടെ ചെറിയച്ഛ, ഞങ്ങൾക്ക് 3 പേർക്കുണ്ടാക്കിയതാ. ശ്രീകുട്ടന് ദോശ മതിയെന്ന് നിർബന്ധം. ഞങ്ങൾ രണ്ടും കൂടി കൂട്ടിയിട്ട് ഒരാൾക്കുള്ളത് തീർക്കാൻ കഴിഞ്ഞുള്ളൂ. ചന്ദ്രിക ചെന്ന് കഞ്ഞി വെച്ചിരുന്ന കലം തുറന്നു നോക്കി. കഞ്ഞി പയറ് ചേർത്ത് വേവിച്ചതിൻ്റെ കൊതിപ്പിക്കുന്ന മണം വന്ന് അവരുടെ മുഖത്തടിച്ചു. തൊട്ടുകൂട്ടാനായി ചമ്മന്തിപ്പൊടിയും അച്ചാറുമുണ്ട്.
ചന്ദ്രിക തന്നെ ഒരു പാത്രമെടുത്ത് അതിലേക്ക് ആവി പറക്കുന്ന കഞ്ഞി വിളമ്പി മറ്റൊരു പാത്രത്തിൽ ചമ്മന്തിപ്പൊടിയും മാങ്ങ അച്ചാറും എടുത്തു വെച്ചു. ചെറിയമ്മയ്ക്ക് വേണ്ടേ? ശ്രീലേഖ തിരക്കി. അതിലുണ്ടടി, ഇനി എന്തിനാ ഒരു പാത്രത്തിൽ കൂടി ഒഴിച്ച് നിന്നെ കൊണ്ട് പാത്രം കഴിക്കുന്നത്? ആ കലവും തവിയും മതി എനിക്ക്. ചന്ദ്രിക ചൂട് കഞ്ഞി കൊണ്ട് വന്ന് ഗോപിനാഥൻ്റെ മുൻപിലേക്ക് വെച്ചു. നമ്മൾ രണ്ടുപേരും വരുമെന്ന് അറിഞ്ഞും കൊണ്ട് അരിയിട്ടതുപോലുണ്ട്. കണ്ടില്ലേ, രണ്ടുപേർക്കുള്ളത് ധാരാളം. നല്ല ചൂടുണ്ട്. വീട്ടിൽ ചെന്നാൽ അവിടെ ഇരിക്കുന്ന ചോറ് തണുത്തിരിക്കുക. അത് നാളെ നമുക്ക് പഴങ്കഞ്ഞിക്ക് എടുക്കാം. ചന്ദ്രിക കുറച്ച് ചമ്മന്തിപ്പൊടിയും അച്ചാറും എടുത്ത് കഞ്ഞിക്കലത്തിലേക്ക് ഇട്ട ശേഷം തവി കൊണ്ട് ഇളക്കി അവിടെ നിന്ന് തന്നെ കോരി കുടിച്ചു തുടങ്ങി. ഇത് വീട്ടിലായാലും ഇങ്ങനെ തന്നെ. ഇവൾക്ക് വേണ്ടി പ്രത്യേകം പാത്രങ്ങളോ സ്പൂണോ ഒന്നും കരുതേണ്ട കാര്യമില്ല. ഇവിടെ വരുമ്പോഴെങ്കിലും ഒരിത്തിരി മാന്യത കാണിക്കടി ചന്ദ്രേ, അല്ലേ മോളെ? ഗോപിനാഥൻ ശ്രീലേഖയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓ പിന്നെ, നമ്മുടെ വീട്ടിൽ ആഹാരം കഴിക്കുന്നതിന് ഊണുമേശയുടെ എന്ത് മാന്യത കാണിക്കാനാ? നിങ്ങൾക്ക് ആണുങ്ങൾക്ക് അത് അറിയാൻ വയ്യാഞ്ഞിട്ടാ. മീൻകറി തീരുമ്പോൾ അത് ഉണ്ടാക്കിയ ചട്ടിയിൽ ചോറിട്ട് തിന്നുന്നതും കഞ്ഞിയുണ്ടാക്കിയ കലത്തിൽ നിന്നും ഇങ്ങനെ കോരി കുടിക്കുന്നതുമൊക്കെ ഒരു പ്രത്യേക നിറവാ. അതറിയണമെങ്കിൽ വല്ലപ്പോഴുമെങ്കിലും ഇങ്ങനെയൊക്കെ കഴിച്ചു നോക്കണം. ചന്ദ്രിക കഞ്ഞി കുടിച്ചു തീർത്ത ശേഷം അടിയിൽ നിന്ന് വന്ന മട്ടി കലത്തോടെ എടുത്ത് ഊറ്റി കുടിച്ചു. ചന്ദ്രിക അവിടെ ഇരുന്ന് പ്ലേറ്റും കലവുമൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോൾ ശ്രീലേഖ പറഞ്ഞു, അവിടെ വെച്ചൊരു ചെറിയമ്മേ, ഞാനെടുത്തോളാം. എല്ലാം കൂടി ഞാൻ കൊണ്ടുപോയി കഴുകി വെച്ചോളാം. നീ അതൊക്കെ എടുത്തോണ്ട് വാ മോളെ, ഞാനിതെല്ലാം അങ്ങോട്ട് കൊണ്ടുപോയേക്കാം. ഞാനിത് കഴുകി വെച്ചു എന്ന് കരുതി അഴുക്ക് പോകാതിരിക്കുമോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. ചന്ദ്രിക താനെടുത്ത പാത്രങ്ങളുമായി അടുക്കളയിലേക്ക് പോയി. നിങ്ങൾ ഇന്ന് ജോലിക്കും സ്കൂളിലുമൊക്കെ പോയി തുടങ്ങിയതല്ലേ? അപ്പോൾ ഒന്ന് വിശേഷങ്ങൾ അറിഞ്ഞിട്ട് പോകാമെന്ന് കരുതി വന്നതാ ഞങ്ങൾ. വൈകുന്നേരം മുതൽ ഇങ്ങോട്ട് വരാൻ ഒരുങ്ങുക. അതെങ്ങനെയാ? ഒരു ജോലി തീരുമ്പോൾ അടുത്ത ജോലി വരും. അങ്ങനെ ആയിപ്പോയില്ലേ അവിടുത്തെ കാര്യം? എങ്ങോട്ടെങ്കിലും പോകണമെന്ന് വെച്ചാൽ ഈ നേരത്തല്ലാതെ വീട്ടിൽ നിന്നിറങ്ങാൻ പറ്റില്ല. ചന്ദ്രിക തന്നെത്താൻ പറഞ്ഞുകൊണ്ട് പാത്രങ്ങൾ കഴുകി വെച്ചു. ശ്രീലേഖ തനിക്ക് സഹപ്രവർത്തകരിൽ നിന്നും അധിക ചോദ്യമൊന്നും നേരിടേണ്ടി വന്നില്ലെന്ന് അവരെ അറിയിച്ചു. എന്നാൽ ഇല്ലാതുമില്ല, അതൊക്കെ ഒന്നുകൂടി അറിഞ്ഞാലേ മനസ്സിനൊരു സമാധാനം കിട്ടൂ എന്ന് നേർച്ചയെടുത്തവർ ഉണ്ട്. അവർക്ക് ഇത്തിരി നേരം കിട്ടിയാൽ അന്ന് എന്താ നമ്മുടെ വീട്ടിൽ നടന്നതെന്ന് അറിയണം. അതൊക്കെ ചിലരുടെ സ്ഥിരം ഏർപ്പാടാ. നീയത് ഗൗനിക്കാനേ പോകരുത്. അപ്പോൾ ബുദ്ധിമുട്ടിച്ച് ആശ്വാസം കൊള്ളാൻ വരുന്നവർ തനിയെ വായി അടിച്ചിട്ട് തിരിച്ചു വയ്ക്കുള്ളൂ. അത് ചെറിയമ്മയുടെ തോന്നലാ. അവർ എന്ത് കേൾക്കാനാണോ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അത് കേട്ടിട്ടേ അവർ മടങ്ങിപ്പോവുകയുള്ളൂ. അത് അങ്ങനെ കുറേ എണ്ണം മറ്റുള്ളവനെ ബുദ്ധിമുട്ടിച്ച് അവൻ്റെ വേദന കണ്ട് സന്തോഷിക്കാൻ വരുന്ന മാനസിക രോഗികൾ. ചന്ദ്രിക അതൃപ്തിയോടെ പറഞ്ഞു. അവർ സംസാരിച്ച് നിൽക്കെ ശ്രീലേഖയുടെ ഫോണുമായി സുനിത അവിടേക്ക് വന്നു. ചേച്ചിക്ക് ഫോൺ സുഖവേട്ടൻ്റെ അമ്മയാ, ചേച്ചിയോട് സംസാരിക്കണമെന്ന്. അവൾ ഫോൺ ശ്രീലേഖയ്ക്ക് കൈമാറി. കോമളം എന്നും വിളിക്കാറുണ്ടോ മോളെ? ചന്ദ്രിക തിരക്കി. മിക്കവാറും അമ്മ ഇങ്ങോട്ട് വരാറുണ്ട് ചെറിയമ്മേ. എന്തെങ്കിലും കാരണവശാൽ ഇങ്ങോട്ട് വരാൻ പറ്റാതെ എത്ര രാത്രിയായാലും വിളിച്ച് വിശേഷങ്ങൾ തിരക്കും. അവൻ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ലേ മോളെ? സുകുമാരൻ? ഇല്ല. അല്ലെങ്കിൽ തന്നെ അയാൾ ഇവിടേക്ക് എന്തിനു വരണം? വരേണ്ട ഒരു നേരമുണ്ടായിരുന്നു ചെറിയമ്മേ. അന്ന് പക്ഷേ അയാൾ എല്ലാം ഇട്ടെറിഞ്ഞൊരു ഭീരുവായി ഒളിച്ചോടിപ്പോയി. ശ്രീലേഖ പറഞ്ഞു നിർത്തിയതും അവളുടെ മൊബൈലിലേക്ക് കോമളത്തിൻ്റെ വിളി വന്നു. നീ തിരക്കിലാണോ മോളെ? ശ്രീലേഖ കോൾ അറ്റൻഡ് ചെയ്തതും അവർ തിരക്കി. തിരക്കൊന്നുമില്ല അമ്മേ, ഇവിടെ ചെറിയച്ഛനും ചെറിയമ്മയും വന്നിട്ടുണ്ടേ. ഞങ്ങൾ അവരുമായി സംസാരിച്ചിരിക്കുക. അമ്മയുടെ ഒച്ചയെന്താ അടഞ്ഞിരിക്കുന്നത്? അമ്മയ്ക്ക് സുഖമില്ലേ? ഒന്നുമില്ലടി, നിനക്കൊരു തോന്നുന്നതാ. അമ്മയുടെ സംസാരത്തിൽ ഒരു ഉത്സാഹക്കുറവുള്ളതുപോലെ ഉണ്ടല്ലോ. അതും എൻ്റെ തോന്നലാണെന്ന് പറയല്ലേ അമ്മേ. ഞാൻ ഇന്നും ഇന്നലെയും അല്ലേ അമ്മയെ കാണാൻ തുടങ്ങിയത്? ഈ പെണ്ണിൻ്റെ ഒരു കാര്യം, ഫോണിലൂടെ നീ എന്നെ അസുഖക്കാരിയാക്കുമോ ശ്രീ? എനിക്കങ്ങനെ തോന്നിയമ്മേ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ വെറുതെ പറഞ്ഞതാടി. നീ ഒരു കാര്യം ചെയ്യ്, ഫോണൊന്ന് നിൻ്റെ ചെറിയച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തേ. അവരൊക്കെ ഒന്ന് സംസാരിച്ചിട്ടും കാലം കുറേ ആയില്ലേ. ഇപ്പോൾ കൊടുക്കാവേ. ശ്രീലേഖ ഫോൺ കൊണ്ട് ചെന്ന് ഗോപിനാഥൻ്റെ നേർക്ക് നീട്ടി. നെടുമ്പരക്കിലെ അമ്മയാ, ചെറിയച്ഛനോട് സംസാരിക്കണമെന്ന്. അയാൾ ഫോൺ വാങ്ങി കാതോട് ചേർത്ത് ചേച്ചി എന്ന് വിളിച്ചു. ഗോപി, അവൾ അടുത്തുണ്ടോ ശ്രീലേഖ? കോമളത്തിൻ്റെ ശബ്ദത്തിനൊരു വിറയലുണ്ടെന്ന് ഗോപിനാഥനെ തുടങ്ങി. ഇല്ല. ഫോൺ എൻ്റെ കയ്യിൽ തന്നിട്ട് പോയി. എന്താ ചേച്ചി കാര്യം? അയാൾ തിരക്കി. ഞാൻ ഇക്കാര്യം എങ്ങനെ അവളെ അറിയിക്കുമെന്ന ആശങ്കയിലായിരുന്നു ഇതുവരെ.
അവളറിഞ്ഞാൽ അവിടെ കിടന്ന് ബഹളം വയ്ക്കുമല്ലോ എന്നോർത്തിട്ട് എനിക്കൊരു സമാധാനവും ഇല്ലായിരുന്നു. ചേച്ചി മനുഷ്യനിട്ട് വിറപ്പിക്കാതെ കാര്യം എന്താ വെച്ചാൽ പറയേ. ഗോപിനാഥൻ്റെ ക്ഷമ കെട്ടു. സരോജിനി ചേച്ചിയെ നാളെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. മെഡിക്കൽ കോളേജിലേക്കോ? എന്ത് കാര്യത്തിന്? ഏട്ടത്തിക്ക് അസുഖമൊന്നൊക്കെ ഭേദമായി വന്നുകൊണ്ടിരുന്നതല്ലേ, പിന്നെന്തിനാ അവിടെ നിന്ന് റെഫർ ചെയ്യുന്നത്, അതും മെഡിക്കൽ കോളേജിലേക്ക്? പ്രഷർ, ഷുഗർ, ഹൃദയമിടിപ്പ് എല്ലാം സരോജിനി ചേച്ചിക്ക് ഓരോ ദിവസവും മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇനി തുടർ ചികിത്സ സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ സരോജിനി ചേച്ചിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയേ നിർവാഹമുള്ളൂ. സുകുമാരൻ ഏട്ടത്തിയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നേ ചേച്ചി. അവനാണോ വന്ന് പറഞ്ഞത്? അതെ, അവൻ എന്നും ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഹോസ്പിറ്റലിൽ കയറി സരോജിനി ചേച്ചിയുടെ വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞിട്ടാണ് വരാറ്. ഇന്ന് പക്ഷേ പോലീസിലെ ഉയർന്ന ആരൊക്കെയോ വന്നിട്ടുണ്ടായിരുന്നു. അവരെടുത്ത തീരുമാനമാണിത്. അസുഖം ഭേദമാകാൻ വേണ്ടിയല്ലേ ചേച്ചി ചികിത്സ നടക്കട്ടെ. ചികിത്സിക്കാതെ അസുഖം ഭേദമാകില്ലല്ലോ. പക്ഷേ അതല്ല കാര്യം. സരോജിനി ചേച്ചി സുനിതയെയും ശ്രീലേഖയെയും കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സരോജിനി ചേച്ചിക്ക് എന്തോ ഭയമുള്ളതുപോലെ. ഭയമോ? എന്തിന്? എന്തോ. ഇന്ന് സുകുമാരൻ അവരെ കാണാൻ അനുവാദം മേടിച്ചിട്ട് ചെന്നു കണ്ടു. അവൻ്റെ മുമ്പിലിരുന്ന് ചേച്ചി ഒരുപാട് കരഞ്ഞു. ഇനിയുള്ള ജീവിതത്തിൽ സരോജിനി ചേച്ചിക്ക് ഒരു ആത്മവിശ്വാസക്കുറവുണ്ടെന്നാണ് അവന് തോന്നിയത്. ഞാൻ പറഞ്ഞു വരുന്നത് ഗോപിനാഥൻ മനസ്സിലാകുന്നുണ്ടോ? മറുവശത്തുനിന്നും മറുപടിയില്ല. ഗോപിനാഥൻ, കോമളം വിളിച്ചു. പറഞ്ഞോ ചേച്ചി, ഞാനിവിടെ ഉണ്ട്. രാവിലെ പോലീസുകാർ വിളിക്കും. സരോജിനി ചേച്ചിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും മുമ്പ് ചെന്ന് കണ്ട് ശ്രീലേഖയ്ക്ക് സംസാരിക്കാം. അതിനുള്ള സൗകര്യം പോലീസുകാർ ചെയ്തു തരും. കോമളം പറഞ്ഞു നിർത്തി. തുടരും കഥയുടെ അടുത്ത ഭാഗം.